ബലദേവ് സച്ചിദാനന്ദൻ, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാനൊരു ശ്രമം നടന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു നിരീക്ഷണമല്ലേ അത്? അങ്ങനെ തൃശ്ശൂർ പൂരം പോലെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു ഉത്സവം അലങ്കോലമാക്കാൻ ചില ശ്രമം നടത്തിയെങ്കിൽ അതിന് 5 മാസം വരെ ഈ റിപ്പോർട്ടിന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. ഒരുപക്ഷെ PV അൻവർ ഈ വിഷയം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ, പ്രതിപക്ഷ നേതാവ് RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരുന്നേനെ. അടുത്ത ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ടല്ലേ ഈ റിപ്പോർട്ട് വെളിച്ചം കാണുമായിരുന്നുള്ളൂ. ഇനി ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ പൂരവിഷയം ഉയർത്തിയാൽ വീണ്ടും ഇടതുപക്ഷം പ്രതിരോധത്തിലാവില്ലേ? കോൺഗ്രസ് ഇനി എവിടെയാണ് പിടിച്ചു നിൽക്കാൻ ഒരു ഇടമുള്ളത്? CPIക്ക് പോലും ബോധ്യമാവുന്നില്ല. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ പൂരം അലങ്കോലമാക്കിയവരോട് ആരും ക്ഷമിക്കും? തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ആരോ ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. ആരാണ് അതിൻ്റെ പിന്നിലെന്നുള്ള യഥാർത്ഥ കക്ഷികളെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ നല്ലൊരു അന്വേഷണത്തിന് അത് കണ്ടെത്താൻ കഴിയുമായിരിക്കും. അജിത് കുമാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ പൂരം കലക്കിയത് ആരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം അജിത് കുമാറും അതിൻ്റെ ഭാഗവാക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ബഹുമാനപ്പെട്ട MLA പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. വേണ്ടത്ര ഗൗരവത്തിൽ ഒരുപക്ഷെ ഗവൺമെൻറ് അത് എടുത്തോ എന്നുള്ളതിൽ എനിക്കും സംശയമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യത്തിലുള്ള പരിപൂർണമായ വിയോജിപ്പ്, അവിടെ CPM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണ നടത്തിയാണ് പൂരം പൊളിച്ചത്. അത് BJP-ക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും പ്രിന്റും ഇടയ്ക്ക് വെച്ച് പറഞ്ഞതും. അതിന് നമ്മളൊരു കാര്യം ഉണ്ടായിരുന്നത്, നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യണം. ഞാൻ മാത്യു കുഴൽനാടൻ MLA ഒന്നും അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ കണക്ക്. 2019 3,21,456 വോട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് 3,37,652 ഉയർന്നു. UDF-ന് 4,15,089 വോട്ട് കിട്ടിയത് 3,28,642 കുറഞ്ഞു. BJP-ക്ക് 2,93,822 വോട്ട് 4,15,338 കൂടി. അപ്പോൾ ബഹുമാനപ്പെട്ട MLA മറുപടി പറയണം. ഞങ്ങൾക്ക് പൂരം കലക്കി ഞങ്ങൾ BJP-യുമായിട്ട് ധാരണയുണ്ടാക്കിയെങ്കിൽ ഞങ്ങളുടെ വോട്ട് കുറയണ്ടേ? ഞങ്ങളുടെ ഒരു വോട്ട് പോലും കുറഞ്ഞില്ല. ഞങ്ങൾക്ക് വോട്ട് കൂടി. കോൺഗ്രസ്സിന് എങ്ങനെ 80,000 വോട്ട് കുറഞ്ഞു? അത് കോൺഗ്രസ് വ്യക്തമാക്കണം. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ശരിയാണ്, ഹൈന്ദവ മതവിശ്വാസികളെ അങ്ങേയറ്റം ബാധിച്ചിട്ടുണ്ട്. ആ പ്രയോഗം തന്നെ ഒരു പരിധി തെറ്റാണ്. കാര്യം തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നത് ഹിന്ദുമത വിശ്വാസികളല്ല. അവിടെ പല നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട്, പല പഞ്ചായത്തുകൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവിടെ BJP ലീഡ് ചെയ്ത ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ മാത്രമാണോ BJP-ക്ക് വോട്ട് ചെയ്തത്? അവിടുത്തെ മുസ്ലിം മേഖലയിൽ കുറച്ചൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ മേഖലയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു. അത് BJP-ക്കാർ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും പിടിച്ചുകൊണ്ട് പോകാൻ BJP നേതാവിന് കഴിഞ്ഞിട്ടില്ല, BJP കഴിഞ്ഞിട്ടില്ല. വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസ്സിനാണ്. പിന്നെ പ്രിന്റു പറഞ്ഞ ചില കാര്യങ്ങൾ, 8 വർഷമായിട്ട് പൂരം മുടക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നുവെന്ന്. എന്തൊരു വിരോധാഭാസമാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. ഗവൺമെൻറ് ശ്രമിച്ചാൽ, പൂരം മുടക്കാൻ ശ്രമിച്ചാൽ 8 വർഷമൊന്നും വേണ്ട, നിമിഷം കൊണ്ട് മുടക്കാവുന്നതേ ഉള്ളൂ. ആ പോലീസിനെ പിൻവലിക്കാതിരുന്നാൽ പോരെ. പിന്നെ മറ്റ് 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, കോടതി ഉത്തരവായിരുന്ന ഇതിന് മാത്രമായിരുന്നില്ല, വെടിക്കെട്ട് നിയന്ത്രിക്കണം എന്നും കോടതി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ എവിടെ വെടിക്കെട്ടുകളുണ്ടെങ്കിലും അതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് എല്ലാ കളക്ടർമാർക്കും കോടതി ഉത്തരവിനെ തുടർന്ന് കേരള ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യമായ ഉത്തരവ് വന്നത് കൊല്ലം ജില്ലയിലെ പൂറ്റിക്കൽ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഉത്തരവ് വന്നത്. ഇങ്ങനെയുള്ള വെടിക്കെട്ടുകൾക്ക് പലയിടത്തും അനുമതി കൊടുക്കരുത് എന്ന് വരെ കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. പിന്നെ അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞത്, ബാലചന്ദ്രൻ MLA-യുടെ സ്റ്റേറ്റ്മെൻറ്റും ഗണപതിയുമായി ബന്ധപ്പെട്ട വിവാദവുമാണ്. ഈ ബാലചന്ദ്രൻ MLA-യുടെ സ്റ്റേറ്റ്മെൻറ്റും ഗണപതിയുമായി ബന്ധപ്പെട്ട വിവാദം തൃശ്ശൂരിലെ ജനങ്ങളിൽ മാത്രമാണോ ചിന്തയുണ്ടാക്കിയത്? അങ്ങനെയായിരുന്നെങ്കിൽ കേരളത്തിലെ 20 സീറ്റ് BJP പിടിക്കണ്ടേ? തൃശ്ശൂരിൽ മാത്രം എങ്ങനെ ബാലചന്ദ്രൻ MLA ഉണ്ടാക്കിയ വിവാദം അംഗീകരിക്കുന്നു. വോട്ട് വീതം വർദ്ധിപ്പിച്ചു. അത് കേരളം
അല്ലാതെ കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും അവര് 1% തെക്കേ ഇന്ത്യൻ വോട്ടിന്റെ സംസ്ഥാനങ്ങളിലും പുറത്താണ് വടക്കുമൊക്കെ രണ്ട് അവർ സ്ഥാനത്ത് വോട്ട് ചെയ്ത് ചിലയിടത്തൊക്കെ അല്ല അഡ്വക്കേറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബൽദേവ്, അല്ല അതിന് മറുപടി കണക്കിന്റെ മറുപടി ചിലയിടത്ത് നമ്മൾ അവർ പലതവണ പുറകോട്ട് ആവർത്തിച്ചതാണെങ്കിലും പോയിട്ടുണ്ട്. മാറ്റി പറയും. ആറ്റിങ്ങലും പക്ഷേ തിരുവനന്തപുരം അഡ്വക്കേറ്റ് ബൽദേവ്, എന്റെ ഒരു ചോദ്യം, പഠിക്കൂ. ഇതിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ പൂരം കലക്കാൻ ആസൂത്രിതമായ ഒരു നീക്കമുണ്ട്, അലങ്കോലപ്പെടുത്താൻ ഒരു നീക്കമുണ്ടായി എന്ന്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ADGP അജിത് കുമാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പോലീസ് സേന നമ്മുടെ തൃശ്ശൂരിൽ പൂരനഗരിയിൽ ഉണ്ടായിരിക്കെ അലങ്കോലപ്പെടുത്താൻ ചില ആളുകൾ ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടത് ആരാണ്? ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, പൂരം കലക്കാൻ ആരോ ശ്രമിച്ചു, അത് പരിപൂർണമായിട്ട് നിയന്ത്രിക്കാൻ ഗവൺമെൻറ് മിഷണറിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഗവൺമെൻറ് നേരിട്ട് പൂരം കലക്കി എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഗവൺമെൻറ് മിഷണറിക്ക് അവിടെ പരാജയപ്പെട്ടു, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ആ സ്ഥലത്ത് പൂരത്തിന്റെ എക്സിബിഷൻ തറയ്ക്ക് 2,20,00,000 രൂപ തറവാടക നിശ്ചയിച്ചത് എന്തിനാണ്? കൊച്ചി ദേവസ്വം ബോർഡ് പൂരം സമാധാനപരമായി നടക്കാനാണോ? പിന്നീട് ഒടുവിൽ അത് വിവാദമായതിനു ശേഷം മന്ത്രി കെ രാജനടക്കം ഇടപെട്ടുകൊണ്ട് വീണ്ടും 39 ലക്ഷത്തിലേക്ക് താഴ്ത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനൊരു നീക്കം നടന്നു. അതാണ് സംശയം ഉണ്ടാക്കുന്നത് അഡ്വക്കേറ്റ് ബൽദേവ്. തീർച്ചയായിട്ടും അല്ല, അത് കാലാകാലങ്ങളിൽ നമ്മളെല്ലാ അമ്പലങ്ങളിലും ദേവസ്വങ്ങളും എല്ലാം ഇതെല്ലാം ഉയർത്താറുണ്ട്. നമുക്കറിയാം, ശബരിമലയൊക്കെ തന്നെ എത്രയോ മടങ്ങ് ഉയർത്തിയിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് ശേഷം ഗവൺമെൻറ് ഇടപെട്ട് പല രീതിയിലും അതെല്ലാം കുറച്ചിട്ടുണ്ട്. ആ സ്വാഭാവികമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തി. ഇതുമായിട്ട് അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പരിപൂർണമായ നിയന്ത്രണം കൊച്ചിൻ ദേവസ്വം ബോർഡിനല്ലല്ലോ. ആ 2 അമ്പലം കമ്മിറ്റികളാണ് പരിപൂർണമായിട്ട് ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അത് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അത് കുറച്ചപ്പോൾ അത് ഇതുമായിട്ട് ബന്ധമില്ല. തുക കൂട്ടി കൊണ്ട് പൂരം കലക്കത്തൊന്നുമില്ല. പൂരം കാണാൻ വരുന്ന വിശ്വാസികളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും വിപരീതമായി അഡ്വക്കേറ്റ് ബലദേവ്, ഈ പൂരനഗരിയിൽ രാത്രി 10 മണിക്ക് തന്നെ വടം കെട്ടി അവിടെ ആളുകളെ പൂരനഗരിയിലേക്ക് വരാത്ത വിധം തടസ്സപ്പെടുത്തി എന്നതാണല്ലോ ഈ വിവാദങ്ങളുടെ ആദ്യത്തെ തുടക്കം. ആ സമയത്ത് ADGP അജിത് കുമാർ തൃശ്ശൂർ നഗരത്തിലുണ്ട്, DGP ഉണ്ട്, ക്ഷമിക്കണം IG ഉണ്ട്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരാരും ഈ വിഷയത്തിൽ ഇടപെടാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അതുതന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഈ സംശയം. ഇടതുമുന്നണിയിലുള്ള എല്ലാ ഘടകകക്ഷികളുടെയും സംശയം അതുതന്നെയാണ്. ADGP അജിത് കുമാറിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രഹസ്യമായ ചില ഇൻവോൾവ്മെൻറ്റുകളിലാണ് ഈ പൂരം കലങ്ങിയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ നേരത്തെ അയാൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്നതിനെ ചൂണ്ടിക്കാട്ടിയ PV അൻവർ ഇപ്പോൾ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്തുമായിരിക്കുന്നു. അഡ്വക്കേറ്റ് ബൽദേവ്, അല്ല, PV അൻവറിന് ഒരു കാര്യവശാലും ഇടതുപക്ഷ മുന്നണിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. LDFിൻ്റെ ഒരു MLA പ്രവൃത്തികളൊന്നും അല്ല PV അൻവറിൻ്റെ പ്രവൃത്തി. അതാണ് CPM സെക്രട്ടേറിയറ്റ് മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയും PV അൻവറിനെതിരാണ്. CPI ആണ് ആദ്യമായിട്ട് PV അൻവറിനെതിരെ ആരോപണങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് വന്നത്. അപ്പോൾ PV അൻവർ ഞങ്ങളുടെ ഒരു സ്വതന്ത്ര MLA മാത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൻവർ പറഞ്ഞ പല കാര്യങ്ങളിലും അന്വേഷണം പ്രഖ്യാപിച്ചു. മാമി നിരോധനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. തുടരുന്നത് എന്താണ്? അല്ല, വിജിലൻസിന്റെ ഡയറക്ടർ ഭൂപേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ക്രമസമാധാനത്തിൽ നിന്നും നീക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് LDFിൽ മുഖ്യമന്ത്രി ഉറപ്പു തന്നു. അത് ഇന്നലെ നടത്തിയ പത്രപ്രസ്താവനയിൽ അല്ല, ഓരോന്നിനും ഓരോ രാഷ്ട്രീയ സാഹചര്യമാണല്ലോ. ആ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പരാമർശം ഉണ്ടാവുന്നു, സ്ഥാനമൊഴിയണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു. സ്വന്തം ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുന്നു. ഇടതുപക്ഷത്തെ MLA തന്നെ CPI തന്നെ ഈ വിഷയത്തിൽ ലേഖനം എഴുതുന്നു. ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റേണ്ടത് രാഷ്ട്രീയ നീതിയാണെന്ന് പറയുന്നു, മാറ്റില്ല എന്ന് പറയുന്നു. എന്ത് രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം? ഞാൻ പറയേണ്ട ഉത്തരം ഡോക്ടർ അരുൺ തന്നെ പറഞ്ഞു. കാരണം അന്ന് കോടതി പറഞ്ഞ വാക്കുകൂടിയാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു. അതിനുശേഷമാണ് മാണി സാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അത് തന്നെയാണ്. അപ്പോൾ അതുപോലെ രാഷ്ട്രീയം ഇവിടെ കോടതി ഇതുവരെ ഇതിനകത്ത് യാതൊരു